ഏകദേശം 45 കിലോമീറ്റർ സ്പീഡൊക്കെ വരുന്ന ഒരു കിടിലൻ RC കാറാണത്. സ്പോർട്സ് കാർ ടൈപ്പ് സാധനം എൻ്റെ ഇല്ലായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇച്ചിരി വെറൈറ്റി ഐറ്റമാണ്. കാരണം നമ്മുടെ കയ്യിൽ കുറേ RC കാറുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഓഫ് റോഡ് ടൈപ്പ് കാറാണ്. നമ്മുടെ കയ്യിൽ ഒരു സ്പീഡിൽ പോണതാ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാറുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് നമ്മൾ എടുത്തേക്കണത്. അത്യാവശ്യം വെറൈറ്റി സീൻ ഐറ്റമാണ്. ഏകദേശം 45 കിലോമീറ്റർ സ്പീഡൊക്കെ വരുന്ന ഒരു കിടിലൻ RC കാറാണത്. അപ്പോൾ എന്തായാലും ഈ പിക്കിൽ കാണുന്ന ഐറ്റമാണ് ശരിക്കും അതിൻ്റെ ഈ കളറല്ല നമ്മൾ എടുത്തേക്കണത് ഈ കാണുന്ന ഈ റെഡ് കളർ. അപ്പം ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്തിട്ട് ബാക്കി പരിപാടികളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് വെച്ചിട്ട് നെക്സ്റ്റ് എന്ത് കാർ മേടിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചേക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനും മറക്കണ്ട. ഈ ബോക്സിൽ തന്നെ നമുക്ക് പല മോഡൽസ് വരുന്നുണ്ട് കേട്ടോ, പല കളറിലുള്ള ഐറ്റംസ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം കൊള്ളാം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ എടുത്തേക്കണത് ഈ റെഡ് ആട്ടാ. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ എടുത്തേക്കണത് ഈ റെഡ് ആട്ടാ. 1:12 സ്കെയിലാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ IPX വാട്ടർ പ്രൂഫും കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് തുറക്കാം. പൊളി, എൻ്റെ പൊന്നെ, ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടോ. ഇതിൻ്റെ യൂസർ മാനുവലൊന്നും കാണാനില്ല, നോക്കട്ടെ. അപ്പോൾ ഇത് ഓക്കെ, ഇത് രണ്ടായിട്ടാണ് വെച്ചേക്കണം. റിമോട്ടും കാണാനില്ല. ഇതിൻ്റെ അകത്താട്ടോ റിമോട്ട്. അപ്പോൾ അത് ഇതും കൂടെ തുറന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്താട്ടോ നമ്മുടെ യൂസർ മാനുവൽ. ഇതെന്തായാലും നമുക്ക് ആവശ്യം വരും, എപ്പോഴെങ്കിലുമൊക്കെ എന്തായാലും ആവശ്യം വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കാറ് ചാർജ് ചെയ്യാനുള്ളൊരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു ടൂളും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ടയറൊക്കെ അഴിച്ച് നമുക്ക് മാറ്റണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആവശ്യം വരും. ഇതാണ് നമ്മുടെ റിമോട്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ യൂസ് ചെയ്യാൻ പോണത് ശരിക്കും ആദ്യമായിട്ടാണ്. എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എല്ലാം എൻ്റെ കയ്യിൽ ഓഫ് റോഡ് വണ്ടികളാണ്. ഡിഫൻഡർ ആണെങ്കിലും വില്ലീസ്, LC ആണെങ്കിലും ബാക്കി നമ്മുടെ ക്രോളേഴ്സ് ആണെങ്കിലും എല്ലാം ഓഫ് റോഡ് മോഡൽസാണ്. എൻ്റെ കയ്യിലൊരു സ്പോർട്സ് കാർ ടൈപ്പ് സാധനം എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ പൊന്നെ, ഐറ്റത്തിൻ്റെ ലുക്ക് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഇത് ഓഫ് റോഡ് ടയേഴ്സൊക്കെ സോഫ്റ്റ് സാധനം, സോഫ്റ്റ് ടയേഴ്സാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കണം. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇത് 2 പേരൊക്കെ അവിടെ ഇരിക്കണ കാണാം. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു 2 ടയറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നണത്. ഇത് തുറക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ലോക്കാട്ട കൊടുത്തേക്കണം. ഇതൊരു ബ്രഷ്ലെസ് മോട്ടറാണ് ഇരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ വണ്ടിയുടെ ബോഡിയാണ് അത്യാവശ്യം ഹാർഡായിട്ടുള്ള എന്നാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തിരിച്ചും മറിച്ച് എവിടെയെങ്കിലൊക്കെ ഇടിച്ചിട്ടാലും വലിയ ഡാമേജും കാര്യങ്ങളൊന്നും വരാൻ പോലുള്ള അങ്ങനത്തെ ഒരു ബോഡിയാണ്. മാക്സിമം നമുക്ക് ഇടിച്ച് പൊളിക്കാനൊക്കെ പറ്റിയ ടൈപ്പ് ബോഡിയാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കണതാണ് നമ്മുടെ ബാറ്ററി. അത് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഓണാക്കാനുള്ള സ്വിച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇതിൻ്റെ ഈ താഴത്തെ ബോഡി ഉണ്ടോ, അത്യാവശ്യം ഹാർഡാട്ടാ. എനിക്ക് തോന്നുന്നത് അടിപൊളിയായിട്ട് നമുക്ക് ഓഫ് റോഡ് അടിക്കാൻ പറ്റും. അടിച്ച് പൊളിഞ്ഞാലും വലിയ സീനൊന്നും ഇല്ലാത്ത ടൈപ്പ് ബോഡിയായിട്ടാണ് വന്നേക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി കല്ലൊക്കെ ഉള്ള ഏരിയകളാണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. എന്നാലും ഓവർ കല്ലുള്ള സ്ഥലങ്ങളിലിട്ട് ഓടിക്കാണ്ടിരിക്കണതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇവിടെ നിന്ന് ഉരഞ്ഞാലൊന്നും കുഴപ്പമില്ല, ഇത് ഉരയാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. എന്നാലും മാക്സിമം നമ്മൾ കാറിനെ സേഫായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയിലുള്ളത്. വണ്ടി കൊള്ളാമല്ലേ, കിട്ടില്ല ഐറ്റം. എനിക്ക് ഒരു രക്ഷയില്ല, അടിപൊളി ഐറ്റമാണ്. ബാക്കിൽ ലൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ബാക്ക് ലൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ആയിരുന്നു നോക്കിച്ചത്. ഇത് സ്റ്റിക്കറാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റിമോട്ട് ഇതാണ് കേട്ടോ. കൊള്ളാം. ഒറ്റ പ്രശ്നമുള്ളൂ, ഈ റിമോട്ടിൽ നമുക്ക് ഒരു കൈ വെച്ച് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം എൻ്റെ ഡിഫൻഡറിനും ഇതേ സെയിം റിമോട്ട് തന്നെയാണ്. അതിലെനിക്കുണ്ടായിരുന്ന പ്രശ്നം, ഈ പുറത്തിറക്കി ഓടിക്കാൻ നേരത്ത് റിമോട്ട് അത്യാവശ്യം വലിയ റിമോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൈ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടാണ്. അത് സീനില്ല, ഇങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ ചില സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒറ്റ കയ്യിൽ തന്നെ കാറ് ഓടിച്ച് വീഡിയോ എടുക്കേണ്ട സിറ്റുവേഷൻസ് ചില സമയത്ത് വരാറുണ്ട്. അപ്പം അങ്ങനെ വരാൻ നേരത്ത് ഇങ്ങനെ ഓടിക്കാറില്ല. പിന്നെ ഇതിൽ കണക്ട് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റുക. അതൊക്കെ ഒന്നെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കിട്ടുക. അതൊക്കെ പിന്നത്തെ കാര്യം, എന്തായാലും നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് 4 ബാറ്ററി ഇട്ട് കൊടുക്കണം. ആ 4 ബാറ്ററി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്പീഡ് ഞാനൊന്ന് കാണിച്ചു തരാവേ.
ഇത് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇതേ നമ്മുടെ ഈ ലൈറ്റിൻ്റെ സ്വിച്ചിൽ ഒരു പ്രാവശ്യം ഞെക്കണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, പിന്നെ ഇത് ഓഫാവും, പിന്നെ ഇത് ലൈറ്റ് കളി, ഇത്ര ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ 2 പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് ഞെക്കണമെങ്കിൽ നമ്മുടെ മേളിലത്തെ ലൈറ്റ് ഓൺ ആവും. അതുപോലെ തന്നെ അടുപ്പിച്ച് 2 പ്രാവശ്യം ഞെക്കണമെങ്കിൽ അവിടുത്തെ കളർ മാറും. അത് കുറേ കളറുകളുണ്ട് കേട്ടോ. ഇത് വേറൊരു കളറാണ്, ഇത് വേറൊരു കളറാണ്. ഈ ഒരു ടൈപ്പ് ഉണ്ട്, ഇത് കൊള്ളാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാറിൻ്റെ കളറൊക്കെ ഇട്ട് കട്ട മാച്ച് ഉണ്ട്, നല്ലൊരു രസമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെയുള്ളത് ഈ ഒരു സാധനം, ഇതും കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ റെഡ് മാത്രമായിട്ട് തെളിഞ്ഞിക്കണ ഒരു ഐറ്റം കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് തീരണില്ല, കുറേ കളറുകൾ പോയിക്കൊണ്ടിരിക്കുക, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. കണ്ട ഇതും കൊള്ളാം, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്തെ നൈസായിരിക്കും അത്യാവശ്യം. ഇനി ഈ ഒരു ടൈപ്പ് തീരണില്ല, ഇപ്പോഴാണ് തീർന്നത്. ഇത്രയും കളേഴ്സ് ഇവിടെ കൂടി പോകുന്നുണ്ട് കേട്ടോ. നമ്മളിതിനെ സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഗൈറോ വരുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഓഫ് റോഡൊക്കെ അടിക്കണം. ഓഫ് റോഡ് എന്നാണ് പിന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ നമ്മൾ ഓഫ് റോഡ് അടിക്കുന്നുണ്ട്. നമ്മളൊരു റേസൊക്കെ ചെയ്യുന്ന സമയത്ത്, കാരണം മാക്സിമം സ്പീഡിൽ പോകുന്ന സമയത്ത് അത്രക്ക് പാളിയാലും ജസ്റ്റ് വണ്ടി നേരെ തന്നെ വരും. അപ്പോൾ അതിനെന്തായാലും യൂസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഓപ്ഷൻസ് ഈ ഒരു ഐറ്റത്തിൽ വരുന്നുണ്ട്. ഇത് ശരിക്കും ഈ കാറ് കണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ട്രോഫി ട്രക്കിൻ്റെ ലുക്കാണ് വന്നേക്കണത്. ഈ ട്രോഫി ട്രക്കിൻ്റെ റേസൊക്കെ കാണുന്നവർക്ക് കറക്റ്റായിട്ട് കത്തും ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് എടുത്തേക്കണത് നമ്മുടെ സിങ്സ് കൊച്ചി എന്നുള്ള എടപ്പള്ളി എന്നുള്ള ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അവരുടെ വെബ്സൈറ്റും ഇൻസ്റ്റഗ്രാമും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ താഴത്ത് കൊടുത്തേക്കാം. അതുകൂടാതെ തന്നെ ബ്രോഡ്കാസ്റ്റ് ചാനലും കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ബ്രോഡ്കാസ്റ്റ് ചാനലും ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് വെച്ചേക്കാം. കാരണം എന്തെങ്കിലും ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെയൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നേക്കുന്നത് 8,999 ആണ്. ഇപ്പോഴത്തെ ഒരു ഓഫറിൽ നമുക്കൊരു 8,500 ഇപ്പോൾ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു 8,500 ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ തന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും എല്ലാം ഞാൻ ഇതിവിടെയും കൊടുത്തേക്കാം, ബ്രോഡ്കാസ്റ്റ് ചാനലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാറിൻ്റെയും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൂടുതലും കൊടുത്തേക്കുന്ന ബ്രോഡ്കാസ്റ്റ് ചാനലിലാണ്. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഇതിൻ്റെ അതിന് എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണോ, മോഡിഫൈ ചെയ്യണോ, എങ്ങനെ ചെയ്യണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ അതിന് മോഡിഫൈ ചെയ്യാനായിട്ടൊന്നും കാണാനില്ല, കാരണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും മോഡിഫൈ ചെയ്യാനുള്ള ഐഡിയ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് എന്ത് ചലഞ്ചാണ്, എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നും കൂടെ കമൻറ്റ് ഇട്ടേക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ പുറകെ പറഞ്ഞായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കട്ടാ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടണം. ബൈ.